മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. വർഗീയത കൊണ്ട് കേരളത്തെ അങ്ങ് ആകെ പാടമറിക്കാൻ പോകുമ്പോ അമൃതാനന്ദമയി എന്ന് പറയുന്ന ആൾ ദൈവത്തെ സ്നേഹിച്ചോട്ടെ, ഇഷ്ടപ്പെട്ടോട്ടെ, ഉമ്മം വെച്ചോട്ടെ, കെട്ടിപ്പിടിച്ചോട്ടെ. പക്ഷെ അതൊരു മന്ത്രി ചെയ്യേണ്ടതല്ല, ഒരു മന്ത്രിയുടെ പണിയല്ല. അതാണ് പ്രശ്നം. നിങ്ങൾ കേട്ടില്ലേ? സജി ചെറിയാൻ മന്ത്രിയായിരുന്ന സമയത്ത് KM ഷാജി പ്രസംഗിച്ചതാണ് നിങ്ങൾ ഈ കേട്ടത്. സജി ചെറിയാൻ അന്ന് മന്ത്രിയായിരുന്ന സമയത്ത് മാതാ അമൃതാനന്ദമായി ലോകം ആദരിക്കുന്ന അമ്മയുടെ അടുത്തു പോയിട്ട് ആദരവോടുകൂടി നിന്നതിനെ KM ഷാജി തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ് നിങ്ങൾ ഈ കേട്ടിട്ടുള്ളത്. അതായത് ആൾ ദൈവമാണ് അമ്മ എന്ന് പോലും വിളിച്ചു പറഞ്ഞു. നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് കരുതൂ? UDF നേതാക്കന്മാരാണല്ലോ, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണല്ലോ. LDF ഭരണപക്ഷമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് തന്റെ അണികൾക്ക് വേണ്ടി ഇതൊക്കെ വിളിച്ചു പറഞ്ഞതാണ് എന്ന്. എന്നാൽ അങ്ങനെയല്ല KM ഷാജി ഇതൊന്നും വിളിച്ചു പറഞ്ഞത് എന്നല്ലേ നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ ഇതേ അമ്മയുടെ അടുത്തു പോയിട്ട് ആദരവോടുകൂടി നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങള് ഇതേ KM ഷാജിയോട് ഈ വിഷയത്തിൽ അഭിപ്രായം ചോദിച്ച സമയത്ത് എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എൻ്റെ പ്രസംഗം അവിടെ കിടക്കുന്നുണ്ട്, അതെൻ്റെ അഭിപ്രായമാണ്. അതും ബാക്കിയുള്ളത് മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിക്കണം. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ, അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. നിങ്ങൾ എൻ്റെ ഹിസ്റ്ററി പരിശോധിക്ക്. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. മറ്റുള്ള ആളുകൾ ചെയ്യുന്നതിന് ഞാൻ ആക്ഷേപിക്കാൻ പോകുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാനങ്ങനെ ചെയ്യില്ല. അതെൻ്റെ പോളിസിയാണ്. ബാക്കിയുള്ളത് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കണം. നിങ്ങൾ കേട്ടില്ലേ? ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ് എൻ്റെ നിലപാട്. അതേ രീതി തന്നെയാണ് ഈ വിഷയത്തിലും. അതായത് ആൾ ദൈവമാണ് അമ്മ എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയല്ലേ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. എന്നെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്. ഇന്നൊരു മന്ത്രിയൊക്കെ അല്ലേ, അന്ന് പ്രതിപക്ഷത്തായിരുന്നു, അന്നൊരു നേതാവ് എന്ന രീതിയിൽ ഒരു മുസ്ലിം ലീഗ് നേതാവിൽ നിന്ന് എന്തൊക്കെയാണോ പുറത്തു വരിക അതായിരുന്നു അന്ന് വിളിച്ചു പറഞ്ഞത്. അന്ന് വിളിച്ച അത് തന്നെ ഇന്നൊരു മന്ത്രിയായിരിക്കുമ്പോ അമ്മയെ പോലെയുള്ളൊരു ആളെ കുറിച്ച്, അമ്മയൊക്കെ എങ്ങനെയാണ് ആൾ ദൈവം എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കാൻ KM ഷാജിയൊക്കെ തുനിഞ്ഞിറങ്ങുന്നത്? എന്റെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്. AP അബൂബക്കർ മുസല്യാരെ ഈ പറയുന്ന KM ഷാജി എന്നെങ്കിലും ആൾ ദൈവം എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മന്ത്രിമാര്, MLA മാര്, കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ഇവരൊക്കെ തന്നെ AP അബൂബക്കർ മുസല്യാരുടെ അടുത്ത് പോയിട്ടില്ലേ? ആരെങ്കിലും ആൾ ദൈവമാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു മുസ്ലിം മതവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാ. ഞാൻ എല്ലാ മതങ്ങളെയും ഞാൻ മുന്നോട്ട് വെക്കുന്നത് എല്ലാ മതങ്ങളുടെയും മതനേതാക്കന്മാരെ ആദരിച്ച് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത്. ഇനി രാഷ്ട്രീയപരമായിട്ട് ഏതെങ്കിലും മതനേതാക്കന്മാർ എന്തെങ്കിലും നിലപാട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ രാഷ്ട്രീയത്തിനോട് യോജിപ്പോ വിയോജിപ്പോ കൃത്യമായിട്ട് ഞാൻ മുന്നോട്ട് വെക്കാറുമുണ്ട്. ഒരു മതനേതാവ് എന്ന നിലക്ക് അവരതിനെ എന്തിനാണ് മതനേതാവ് എന്ന നിലയിൽ മറ്റൊരാൾ അതിനെ തോന്നിയതുപോലെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്? അമ്മയെ ആൾ ദൈവം എന്ന് പറയുന്ന അതേ ആള് AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചൊന്നും പറയുന്നില്ല. പാണക്കാട് തങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല. പാണക്കാട് തങ്ങളുടെ കൈമുത്തം വെക്കുന്നത് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടില്ലേ? MLA മാരും മുഖ്യമന്ത്രിയൊക്കെ തന്നെ പോകുന്നത് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ്, മതനേതാവുമാണ്. എന്നിട്ട് പാണക്കാട് തങ്ങളെ കുറിച്ച് ഇത് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ വിവേകമുള്ള മലയാളികൾ ചിന്തിക്കേണ്ടതാ. ഒരു മന്ത്രിസ്ഥാനത്ത് എത്തുമ്പോയെങ്കിലും ആ ഒരു മാന്യത കാണിക്കേണ്ടതില്ലേ? അമ്മയെ ആൾ ദൈവം എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? ഇതൊക്കെ പറയുമ്പോഴേക്ക് കുറെ ആളുകള് ഉറഞ്ഞു തുള്ളി വന്ന് വീണ് വിളിച്ചു പറയോ, അമ്മക്കെതിരെ അങ്ങനെ പറയുന്നവരുണ്ട്, ഇങ്ങനെ പറയുന്നവരുണ്ട് എന്ന്. അത്തരക്കാരോടുള്ള ലളിതമായിട്ടുള്ള മറുചോദ്യമാണ് AP അബൂബക്കർ മുസല്യാരോട് വിയോജിപ്പുള്ള മുസ്ലിങ്ങളിലെ ഒരുപാട് ആളുകൾ, EK ഉസ്താദിനോട് വിയോജിപ്പുള്ള ഒരുപാട് മുസ്ലിങ്ങൾ കേരളത്തിലില്ലേ, പാണക്കാട് തങ്ങളോട് വിയോജിപ്പുള്ള ഒരുപാട് മുസ്ലിങ്ങളില്ലേ. അപ്പോ അമ്മക്കാരോ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മന്ത്രിസ്ഥാനത്തിരുന്ന് ആളുകൾ തോന്നിയതുപോലെ വിളിച്ചു പറയുമ്പോ അതൊരിക്കലും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കാത്തത് തന്നെയാ. അമ്മയെ ലോകമാചരിക്കുന്ന അമ്മയെയൊക്കെ
ഇതുപോലെ KM ഷാജിയൊക്കെ പറയുന്നത് അങ്ങേയറ്റം നെറുകേടാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. നമ്മുടെ കേരളത്തിന്റെ പോക്കിപ്പോ എങ്ങോട്ടേക്കാ? അമ്മയെ തോന്നിയത് പറയാ എന്നൊക്കെ പറയുന്നത്, ആൾ ദൈവം എന്നൊക്കെ പറയുന്നത് ഒരു സമൂഹത്തെ തന്നെ, ഒരു വലിയ കേരളത്തിലെ ഒരു വിഭാഗത്തെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം. നമ്മുടെ കേരളം ഭരിക്കുന്ന മുസ്ലിം ലീഗ് എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വിദ്യാഭ്യാസ വകുപ്പൊക്കെ ഒരു ചോദ്യം ചോദിച്ചതിന് ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുക, ഒരു അധ്യാപകനെ ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ ഒരു ചോദ്യം പോലും ചോദിക്കാൻ സമ്മതിക്കാതെ അടിച്ചമർത്തിയല്ല ഇന്ന് കേരളത്തിൽ മുസ്ലിം ലീഗ് ഭരിച്ച് മുന്നോട്ട് പോകുന്നത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്ന ചോദ്യത്തിന് VD സവർക്കർ എന്ന ഉത്തരം മുന്നോട്ട് വെച്ചതിന്, ഈ ചോദ്യം ചോദിച്ചതിന് സസ്പെൻഡ് ചെയ്യുക. ഏതായാലും ഭാഗ്യമുണ്ട് ആ അധ്യാപകന്. നമ്മുടെ കേരളത്തിൽ ഒരു സാഹചര്യം എന്ന് പറഞ്ഞിരുന്നത് ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ കൈ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭാഗ്യമാണ് സസ്പെൻഷനിലെങ്കിലും ഇക്കാലത്ത് ഒതുങ്ങിയല്ലോ എന്ന് സസ്പെൻഷൻ കൊടുക്കും. അപ്പോ ശ്രീമതി ഇന്ദിരാഗാന്ധി VD സവർക്കറെ ആദരിച്ച് സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ദിരാഗാന്ധിക്കെതിരെയും ഇപ്പോ മുസ്ലിം ലീഗ് പറയാൻ മാത്രമൊക്കെ വളർന്നിട്ടുണ്ടോ? ലളിതമായ ചോദ്യ. നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടേക്കാണ്? നമ്മുടെ പ്രബുദ്ധ കേരളത്തിലാണ് ഇതൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്റ്റാഫില് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവാണ്. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും അതിൽ തന്നെ KM ഷാജിയൊക്കെ മറ്റൊരു മതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അമ്മയെപ്പോലും തോന്നിയത് പറഞ്ഞ്, അതായത് ഒരു മന്ത്രിയും അല്ലാതിരുന്ന കാലത്ത് ആൾ ദൈവമാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞത് ആ അഭിപ്രായം തന്നെയാണ് എന്റേതും എന്ന് ഇന്ന് പറയുമ്പോൾ അത് കേരളത്തെ, അതൊരു മതത്തെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെ മാത്രമല്ല, മതേതര ചിന്താഗതിയുള്ള എല്ലാവരും ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കേരള ജനതയുടെ മണ്ടക്ക് തല്ലുന്നതിന് സമമാണ് KM ഷാജിയുടെ ലേറ്റസ്റ്റ് പ്രസ്താവന എന്നുള്ളതല്ലേ വിവേകമുള്ള സകല മലയാളികളും തിരിച്ചറിയേണ്ടത്. ഇതിനൊക്കെ KM ഷാജിക്കും മുസ്ലിം ലീഗിനും UDF-നും കേരള ജനത മറുപടി കൊടുക്കണം. വരുന്ന തിരഞ്ഞെടുപ്പില് മറുപടി കൊടുത്തേ പറ്റൂ. ഇത് ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നവും, അതായത് നമ്മുടെ നാട് എത്ര ഐക്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. മുസ്ലിം ലീഗ് അധികാരത്തിലെത്തിയതോട് കൂടിയിട്ട് ആ അധികാര സ്ഥാനത്തിരുന്നിട്ടൊക്കെ അവഹേളിക്കൽ തുടങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ ഐക്യത്തിന് മുസ്ലിം ലീഗൊക്കെ കടക്കൽ കത്തിവെക്കുന്നതിന് സമമല്ലേ? ഇതൊക്കെ വിവേകമുള്ള സകല മലയാളികളും ചിന്തിച്ചു നോക്കൂ.